സോ ഇൻ കണ്ടിന്യൂഷൻ ഒരെണ്ണം പഠിച്ചാൽ അടുത്ത് പഠിക്കാൻ എളുപ്പം. നമ്മൾ പഠിച്ച കോയിൽ എക്സ്പെരിമെൻ്റ് ഒന്ന് നോക്കാം. സിമ്പിളാണ് കേട്ടോ. ഈ കോയിലിൻ്റെ പേര് പി എന്നാണ്, പ്രൈമറി കോയിൽ. പ്രൈമറി കോയിലിനെ കറണ്ട് ക്യാരിങ് കോയിൽ ആക്കാൻ പോവാണ്. എങ്ങനെ? സെല്ല് വരച്ചു, അതിൻ്റെ പ്ലസ് മൈനസ്. ഈ വരച്ചാണ് കീ ആണ്. കീ നമുക്ക് ഓണാക്കാനും ഓഫാക്കാം. സർക്യൂട്ടിൽ വേണമെങ്കിൽ അമ്മീറ്റ് വയ്ക്കണമെങ്കിൽ വയ്ക്കാം, വേണമെന്നില്ല. നമുക്കിനി സെക്കൻഡ് കോയിലാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. സെക്കൻഡ് കോയിൽ ഇപ്പോൾ എസ് എന്ന് എഴുതാം. ഇപ്പോൾ പി എന്ന് ഉദ്ദേശിച്ച് പ്രൈമറി കോയിൽ, എസ് എന്ന് ഉദ്ദേശിച്ച് സെക്കൻഡറി കോയിൽ. ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാവാൻ പോണേ കേട്ടോ. ഇവിടെയാണ് ഞാൻ ഗാലനോമീറ്റർ ഫിറ്റ് ചെയ്യാൻ പോണേ. ജി എന്ന് എഴുതാം ഗാലനോമീറ്ററിന്. കണക്ഷൻ അവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ രണ്ട് കോയിലിൻ്റെ പ്രത്യേകത എന്താ? പി ഈസ് ദി പ്രൈമറി കോയിൽ, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ കറണ്ട് ക്യാരിങ് കോയിൽ എന്നാണ് പറയാൻ പോകുന്നത്. ഇതിനെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് കറണ്ട് ക്യാരിങ് കോയിൽ ആക്കി തീർക്കാൻ പോകണേ. അപ്പം ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൽ ഒരാൾ പാസ് ചെയ്ത കറണ്ടിന് നേരത്തെ ഐ എന്നല്ല വിളിച്ചത്, അപ്പോൾ ഐ തന്നെ വിളിക്കാം. ഐ എന്ന് പറഞ്ഞാൽ പാസ് ചെയ്യുന്ന കറണ്ട്. ഇതിലുണ്ടായ ഇൻഡ്യൂസ് കറണ്ടിനെ നമ്മൾ വിളിച്ച ഐ ഡാഷ് എന്നാണ്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഈ കോയിലിൽ കറണ്ട് ഐ പാസ് ചെയ്തു, ഐ ഡാഷ് എന്ന കറണ്ട് ഇൻഡ്യൂസ്ഡ് ആയി. അത് പഠിച്ചു കഴിഞ്ഞു, സെൽഫ് ഇൻഡക്ഷൻ. ഇതിൽ കറണ്ട് ഐ പാസ് ചെയ്യുമ്പോൾ ഇതിലൊരു കറണ്ട് ഉണ്ടാകും. അവിടെയാണ് ഐ ഡാഷ് എഴുതുന്നത്. ഈ ഐ ഡാഷ് മറ്റേ കോയിലുണ്ടായ ഐ ഡാഷാണ്. ഈ ഐ ഡാഷ് നമ്മൾ കൊടുത്ത സിമ്പിള് ഇനിയിപ്പോൾ കൺഫ്യൂഷൻ വേണ്ട, ഇൻഡ്യൂസ് കറണ്ടാണ്. പക്ഷേ നേരത്തെ ഒരു ഐ ഡാഷ് വിളിച്ചത് ഈ കോയിലിൽ തന്നെയാണ്, അതാണ് സെൽഫ് ഇൻഡക്ഷൻ. ഇപ്പോൾ ഒരു ഐ ഡാഷ് വിളിച്ചേക്കണം മറ്റേ കോയിലാണ്. അതെങ്ങനെയാ? ഈ കോയിൽ കറണ്ട് ക്യാരിങ് കോയിൽ ആക്കുമ്പോൾ ഈ കോയിലൊരു ഫ്ലക്സ് ഉണ്ടാകും. ആ ഫ്ലക്സ് ഇതിലേക്ക് ലിങ്ക് ചെയ്യും. കാരണം ഒന്നാമത്തെ കോയിൽ രണ്ടാമത്തെ കോയിലിന് അടുത്തായിരിക്കുന്നത്. ഒന്നാമത്തെ കോയിൽ രണ്ടാമത്തെ കോയിലിന് അടുത്താണ് ഇരിക്കുന്നത്. ഫസ്റ്റ് കോയിലിനെ കറണ്ട് ക്യാരിങ് കോയിലാക്കും. നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ ഹെഡിങ് ആണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ എന്ന് പറയുമ്പോൾ രണ്ടുപേര് വേണം. മ്യൂച്വലി എഗ്രീഡ് എന്നുള്ള അന്യോന്യം പറഞ്ഞ് സമ്മതിച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾ സമ്മതിച്ചു, നിങ്ങൾ പറഞ്ഞ് ഞാനും സമ്മതിച്ചു. മ്യൂച്വലി എഗ്രീഡ് രണ്ടുപേരുണ്ടെങ്കിൽ മ്യൂച്വൽ എന്ന വാക്കിന് മീനിങ്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം ഒരു ധാരണയിലെത്തി. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. മ്യൂച്വൽ മീൻസ് അന്യോന്യം. സോ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. രണ്ടുപേരും വേണം. അപ്പോൾ രണ്ട് കോയിലുണ്ട്. P is a coil which is going to be a current carrying coil. After switching on the key, we can make the coil P as a current carrying coil and second coil as secondary coil എന്നാണ് പറയാറ്. സെക്കൻഡ് കോയിൽ എന്ന് പറഞ്ഞാൽ secondary coil which is not a current carrying coil but an induced current will be developed in the second coil. ഇത് കറണ്ട് ക്യാരിങ് കോയിൽ ആക്കാൻ ഞാൻ സെല്ലൊന്നും ഇവിടെ ഘടിപ്പിച്ചിട്ടില്ല. ഇവിടെ സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ കറണ്ട് ക്യാരിങ് കോയിൽ ആക്കാം. ഐ എന്ന കറണ്ട് ഇതിൽ പാസ് ചെയ്യുന്നു. ഇതിലൊരു ഐ ഡാഷ് എന്ന കറണ്ട് ഉണ്ടാവും, അത് പഠിച്ചു കഴിഞ്ഞു. സെൽഫ് ഇൻഡക്ഷൻ. ഇതിലൊരു ഐ ഡാഷ് എന്ന കറണ്ട് ഉണ്ടാകും, മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇതിൽ ഐ ഡാഷ് എന്ന കറണ്ട് ഉണ്ടാകുന്നത് ഞാൻ പാസ് ചെയ്ത കറണ്ടാണോ? അല്ല. പിന്നെ ഇങ്ങനെ കറണ്ട് ഐ ഡാഷ് ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഐ എന്ന ഒന്നാമത്തെ കോയിലിലെ കറണ്ടിന് കാരണം ഈ കറണ്ട് ഇതാണ് കാരണക്കാരൻ. ഈ ഐ ആണ് കാരണക്കാരൻ. എന്തിന്? ഐ ഡാഷിൻ്റെ കാരണക്കാരൻ ഐ ആണ്. എന്താ ഐ ഡാഷ്? മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഉണ്ടായ കറണ്ട്. സെക്കൻഡ് കോയിലിൽ ഒരു ഐ ഡാഷ് ആംപിയർ കറണ്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഉണ്ടായി എന്നാണ് പറയാം. അതെങ്ങനെ ഉണ്ടായി? ഇവിടെ ഇത് കറണ്ട് ക്യാരിങ് കോയിലായപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടും സറൗണ്ടിങ് സ്പേസിൽ ഇതിനടുത്തിരിക്കുന്ന ഇവിടെയുമൊക്കെ ഇതിൻ്റെ അടുത്തടുത്താണ്, നെയ്ബർഹുഡിലാണ്. ഈ കോയിലിൻ്റെ ചുറ്റുപാടിൻ്റെ ഉള്ളിലും പുറമെ ഈ ഏരിയയിലൊക്കെ കംപ്ലീറ്റ് ഒരു ഫീൽഡ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഫ്ലക്സ്. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഇതിലേക്ക് ബന്ധപ്പെടുന്നുണ്ട്. ഇത് അത്ര ദൂരെയാണെങ്കിൽ ഉണ്ടാവില്ല. ഈ കോയിൽ എസ് എന്ന കോയിൽ വളരെ ദൂരം മാറ്റി വെച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് ഇതിലേക്ക് ലിങ്ക് ചെയ്യില്ല. ഒരു വാക്ക് യൂസ് ചെയ്യാൻ പോണേ, ലിങ്ക്ഡ് എന്നാണ് യൂസ് ചെയ്യാൻ. അപ്പോൾ പ്രൈമറിയിലുണ്ടായ ഫ്ലക്സ് സെക്കൻഡറിയിലേക്ക് ലിങ്ക് ചെയ്തു. പ്രൈമറി കോയിലുണ്ടായ ഫ്ലക്സ് സെക്കൻഡറി കോയിലേക്ക് ലിങ്ക് ചെയ്തു. മുഴുവൻ ലിങ്ക് ചെയ്തോളൊന്നുമില്ല. എക്സാമ്പിൾ, ഇവിടെ ഒരു 500 വെബർ ഫ്ലക്സ് ഉണ്ടായിരുന്നു. ഇതിലേക്ക് ലിങ്ക് ചെയ്തത് 400 വെബർ. ബാക്കി 100 വെബർ എവിടെയൊക്കെ പോയി. അതെന്തോരം ദൂരത്തിലിരിക്കുന്നു. ഇതിനിടയ്ക്കുള്ള മീഡിയം എന്താണ് ഡിപ്പെൻഡ്. ഈ പിയുടെ എസിൻ്റെ ഇടയ്ക്ക് ഏത് മീഡിയമാണ്, എയർ ആണോ, വാക്വം ആണോ, അല്ലെങ്കിൽ ലിക്വിഡ് ആണോ, അല്ലെങ്കിൽ ഗ്യാസ് ആണോ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. എന്താ ഇവിടെ എത്ര ഫ്ലക്സ് ഉണ്ടായി, അത് മുഴുവൻ ഇതിലേക്ക് ബന്ധപ്പെട്ടോ ഇല്ലയോ, മുഴുവൻ ലിങ്ക് ചെയ്യാൻ സാധ്യതയില്ല. മുഴുവൻ ലിങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഐഡിയൽ കേസാണ്. ഐഡിയൽ ഗ്യാസ് എന്നൊക്കെ പറയുന്ന മാതിരി, ഐഡിയൽ എൻജിൻ എന്നൊക്കെ പറയുന്ന മാതിരി ഒരു ഐഡിയൽ കേസാണ്. ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് മുഴുവൻ ഇതിലേക്ക് ബന്ധപ്പെടും. ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ ഫോളോ ചെയ്യാമെന്ന് പറയുന്നൊരു ഐഡിയൽ കേസാണ്. 100 കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ 100 നിങ്ങൾ കാച്ചപ്പ് ചെയ്യാന്ന് പറയുന്നൊരു ഐഡിയൽ കേസാണ്. അത് ഞാൻ പറയുന്നതിന് ഒരു ഐഡിയൽ നേച്ചർ വരണം. നിങ്ങൾക്ക്
കാണാമോ? ബോർഡ് കാണാമോ? ചെരിഞ്ഞു പോയി അതാണ് ചോദിച്ചു. ഞാൻ പറയുന്നതിന് ഒരു ഐഡിയൽ നേച്ചർ വേണം, നിങ്ങൾ കേൾക്കുന്നതിനും ക്യാച്ചപ്പ് ചെയ്യുന്നതിനും ഒരു ഐഡിയൽ നേച്ചർ വേണം. അപ്പോൾ ഒരു ഐഡിയൽ ടീച്ചർ, ഒരു ഐഡിയൽ സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറയാം. ഒരു തിയറിയാണ്. പ്രാക്ടിക്കൽ കേസിൽ ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് മുഴുവൻ ഇതിലേക്ക് ലിങ്ക് ചെയ്തോളണമെന്നില്ല, ചെയ്യാം, ഒരു തിയറി പ്രകാരം പറയാം. Phi is the flux developed in the primary coil due to passage of current I ampere in the primary, and phi, ഈ ഫൈ ഞാൻ എടുക്കാൻ പോണത് സെക്കൻഡറിയിലേക്ക് ലിങ്ക് ചെയ്ത ഫ്ലക്സ് ആയിട്ടാണ് ഞാൻ ഫൈയെ വിളിക്കാൻ പോകുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഞാൻ ഒരു ഫൈ എന്ന് എഴുതി വെക്കാം, ഈ കോയിലിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു ഫൈ എന്ന് എഴുതി വെക്കാം. അത് ഇവിടെ ഉണ്ടായ ഫ്ലക്സ് അല്ല കേട്ടോ. ഇത് 500 വെബറാണ് ഇവിടെ ഉണ്ടായ ഫ്ലക്സ് എങ്കിൽ ഇത് 400 വെബറാന്ന് ഞാൻ പറഞ്ഞാൽ 400 വെബർ തിയറിയിൽ എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാൻ പോണത് ഫൈ പ്രൊപ്പോർഷണൽ ടു ഐ. ഇവിടുത്തെ ഫൈയും ഐ എന്താ തിരിച്ചറിയാൻ. ഈ ഫൈ എന്ന് പറയുന്നത് സെക്കൻഡറി കോയിൽ ലിങ്ക് ചെയ്ത ഫ്ലക്സിന്റെ അളവാണ് ഈ ഫൈ എന്ന് പറയുന്നത്. ഈ ഐ എന്ന് പറയുന്നത് പ്രൈമറി കോയിൽ പാസ് ചെയ്ത കറണ്ടാണ്. രണ്ടിന് രണ്ടാണ് കേട്ടോ. നേരത്തെ പറഞ്ഞത് എന്താ ഫൈ പ്രൊപ്പോർഷണൽ ഐ എന്ന് നേരത്തെ എഴുതിയല്ലോ. അവിടെ ഫൈയും ഐയും ഏതായിരുന്നു? അവിടെ ഒരു കോയിലല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ അവിടെ കൺഫ്യൂഷൻ ഇല്ല. അവിടെ പാസ് ചെയ്ത പ്രൈമറി കോയിൽ മാത്രമേ ഉള്ളൂ. അവിടെ കഴിഞ്ഞ കേസിൽ ഐ എന്ന കറണ്ട് ഒരു കോയിലിൽ പാസ് ചെയ്ത കറണ്ട്, ഫൈ എന്ന ഫ്ലക്സ് ആ കോയിലുണ്ടായ ഫ്ലക്സ്, ഐക്ക് ആനുപാതികമായിട്ടുണ്ടായ ഫ്ലക്സ്. ഒറ്റ കോയിൽ പറയുമ്പോൾ കൺഫ്യൂഷൻ ഇല്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ലിറ്റിൽ കൺഫ്യൂസിംഗ് ആണ്. ഐ എന്ന് പറയുന്നത് കറണ്ട് വാട്ട് വി ആർ പാസിംഗ് ഇൻ ദ പ്രൈമറി കോയിൽ. ഫൈ ഇസ് ദ ഫ്ലക്സ് ഡെവലപ്ഡ് ഇൻ ദ പ്രൈമറി കോയിൽ അല്ല, ഫൈ ഇസ് ദ ഫ്ലക്സ് ലിങ്ക്ഡ് ടു ദി സെക്കൻഡ് കോയിൽ. മേ ബി ഫുള്ളി ലിങ്ക്ഡ് ആകാം ഓർ പാർഷ്യലി ലിങ്ക്ഡ് ആകാം. ഇവിടെ ഉണ്ടായ ഫ്ലക്സ് എത്ര വെബറാണോ അത് പൂർണ്ണമായിട്ട് ഇതിലേക്ക് ലിങ്ക് ചെയ്യാം, ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഭാഗികമായി ബന്ധപ്പെടാം. അത് ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പ് എത്രയാണോ, ഇടയ്ക്കുള്ള മീഡിയം എന്താണോ ഇതിനൊക്കെ ഡിപ്പെൻഡ്. അപ്പോൾ ഇപ്പോൾ ഐയും ഫൈയും എടുക്കുന്നത് ഓർത്ത് വയ്ക്കണം. ഐ ഇസ് ദ കറന്റ് വാട്ട് വി ആർ പാസിംഗ് ഇൻ ദ ഫസ്റ്റ് കോയിൽ, ആൻഡ് ഫൈ ഇസ് ദ ഫ്ലക്സ് ലിങ്ക്ഡ് ടു ദി സെക്കൻഡ് കോയിൽ. എന്നാലേ മ്യൂച്വൽ ഇൻഡക്ഷൻ പറയാൻ പറ്റും. ഇനി പ്രൊസീഡ് ചെയ്യാലോ. അപ്പോൾ എഴുതാൻ പോകുന്നത് ഫൈ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ഐ. നേരത്തെ എഴുതിയ ഫോർമുലയൊക്കെ തന്നെയാണ്, ഇവിടെ എം എന്നാക്കിന്ന് പറഞ്ഞു. കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. രണ്ട് പേർക്ക് ഒന്നിച്ച് പറയാൻ പറ്റുള്ളൂ. ഒരു കോയിലിൽ മാത്രമായിട്ട് ഈ മ്യൂച്വൽ എന്ന് പറഞ്ഞ വാക്ക് പറയുന്നതിൽ ഒരു മീനിങ് ഇല്ല. ഈ എമ്മിൻ്റെ നേരത്തെ എല്ലാം എഴുതി ഹെൻറി എന്ന യൂണിറ്റ്, ഇവിടെ ഹെൻറി തന്നെയാണ്, യൂണിറ്റ് ഒന്നും മാറ്റില്ല, പക്ഷേ അതിൻ്റെ മീനിങ് മാറി. എം ഇസ് എ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് നോൺ ആസ് കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. വേറെ വാക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. നേരത്തെ സെൽഫ് ഇൻഡക്റ്റൻസ് പറഞ്ഞ മാതിരി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എക്സ്പ്രസ്ഡ് ഇൻ ദ യൂണിറ്റ് ഹെൻറി ഓർ മില്ലി ഹെൻറി വാട്ടർ. ഹെൻറിയാണ് യൂണിറ്റ്, എസ് ഐ യൂണിറ്റ്. അപ്പോൾ ഫൈവ് ഐ അങ്ങനെ എടുത്തു. ഐ ഇസ് ദ കറന്റ് വാട്ട് വി ആർ പാസിംഗ് ഇൻ ദ പ്രൈമറി കോയിൽ വിത്ത് ദ സപ്പോർട്ട് ഓഫ് എ സെൽ making the switch on. We can make this coil P as a current carrying coil. Second coil S is in the neighborhood of the first coil. So what is happening? When this becomes a current carrying coil, that coil will have some flux. Etra Weber etra avade. And the second coil in the neighborhood of the first coil will have a part of that flux linked to that coil, or maybe fully. ഇവിടെ ഉണ്ടായ ഫ്ലക്സ് മുഴുവൻ ഇതിലേക്ക് ലിങ്ക് ചെയ്യാം, അതൊരു ഐഡിയൽ കേസാണ്. ഇവിടെ ഉണ്ടായ ഫ്ലക്സിൻ്റെ ഒരു ഭാഗം മാത്രം ഇവിടേക്ക് ബന്ധപ്പെടാം, അതാണ് പ്രാക്ടിക്കൽ കേസ്. ഇവിടെ 500 വെബർ ഫ്ലക്സ് ഉണ്ടായി ഞാൻ പറഞ്ഞാൽ ഇതിലേക്ക് ഒരു 400 വെബർ ലിങ്ക്ഡ് ആയി എന്ന് പറയുന്നത് ഓക്കെ, ഒരു എന്താണ് ഒരു ലോജിക്ക് ഉണ്ട് അതിൽ. ഇവിടെ 500 വെബർ ഉണ്ട്, അത് 500 ഇതിലേക്ക് ലിങ്ക് ചെയ്തെന്ന് പറയുന്നത് ഐഡിയൽ കേസാണ്. അപ്പോൾ ഐഡിയൽ കേസ് എടുക്കാതിരിക്കും, എങ്ങനെയാണ് ചെയ്യാം. എങ്ങനെ എടുത്താലും ഈ ഫൈ എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് കോയിലിലേക്ക് ബന്ധപ്പെട്ട് വന്ന ഫ്ലക്സിൻ്റെ അളവാണ്. ഈ ഐ ഏതാണ്, പാസ് ചെയ്ത കറണ്ട് പ്രൈമറിയിലല്ലേ കറണ്ട് പാസ് ചെയ്തിട്ടുള്ളൂ, പ്രൈമറി കോയിലല്ലേ കറണ്ട് പാസ് ചെയ്തിട്ടുള്ളൂ. സെക്കൻഡറി കോയിലിൽ ഇനി ഉണ്ടാവാൻ പോണ കറണ്ട് ഏതാണ്, ഇൻഡ്യൂസ് കറണ്ടാണ്, അതിലേക്കാണ് വരാൻ പോകുന്നത്. ഡി ഐ ബൈ ഡി. അപ്പം ഐയും ഫൈയും തമ്മിൽ ഡെറിവേറ്റീവ് എടുക്കാൻ പോണേ അടുത്ത സ്റ്റെപ്പിൽ. ഡി ഫൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എം പുറത്തേക്ക് ഇടാം, ഡി ഐ ബൈ ഡി ടി. ഒരു സ്റ്റെപ്പ് ഒഴിവാക്കി കേട്ടോ, അത്രേ ഉള്ളൂ, ഒരു സ്റ്റെപ്പ് ഒഴിവാക്കി. നേരെ ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് എം ഐ എന്ന് എഴുതിയിട്ട് എം പുറത്തേക്ക് ഇടും. എന്നിട്ട് ഈ ഡി ഫൈവ് ബൈ ഡി ടിയെ ഞാൻ മൈനസ് ചെയ്യുന്നത്, ഇത് സെക്കൻഡ് കോയിലിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ആണ്, എം ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. നേരത്തെ കിട്ടിയ അതേ ഫോർമുല തന്നെ, പക്ഷേ അവിടെ എല്ലാവരും ഇവിടെ എം ആണ്, അത്ര വ്യത്യാസം. ഈ മൈനസിന് അവിടെയൊന്നും നിർബന്ധമൊന്നുമില്ല, ഇവിടേക്ക് മാറ്റിയിട്ടായി മൈനസിന് അവിടെ നിന്ന് മാറ്റാം. മൈനസ് എൻ ഷോസ് ലെൻസസ് പഠിക്കാൻ എളുപ്പമാണ്. ഈ ഈക്വൽ മൈനസ് എം ഡി ഐ ബൈ ഡി ടി. വാട്ട് ഇസ് ഈ ഡി ഫൈവ് ബൈ, ഈ ഫൈ എവിടുത്തെ ഫൈയ എന്നൂടെ ആലോചിച്ച്, ഈ ഫൈ എവിടുത്തെ ഫൈയ, ഡി ഫൈവ് ബൈ ഡി ടിയിൽ എഴുതിയ ഫൈ എവിടുത്തെ ഫൈയ, സെക്കൻഡ് കോയിലിലേക്ക് ബന്ധപ്പെട്ടേക്കുന്ന ഫൈ ആണ്. അപ്പോൾ ഡി ഫൈവ് ബൈ ഡി ടി അവിടുത്തെ ഇ എം എഫ് ആയി ഫാരഡേസിലോ ഈ ഈക്വൽ ഡി ഫൈവ് ബൈ ഡി ടി വിത്ത് എ മൈനസ് ആയി, മൈനസ് നിൽക്കട്ടെ.
ഈ ഫൈ എവിടുത്തെ ഫൈ ആണ്? സെക്കൻഡ് കോയിലിലേക്ക് ബന്ധപ്പെട്ടേക്കുന്ന ഫൈ ആണ്. അപ്പോൾ d∅dt ഇ എന്ന് വിളിച്ചാൽ ഐ എവിടുത്തെ ഇ ആണ്? സെക്കൻഡ് കോയിലിൽ ഡെവലപ്പ് ചെയ്ത ഇൻഡ്യൂസ് DMF ആണ്. അപ്പോൾ ഇൻഡ്യൂസ് DMF ഇൻ ദ സെക്കൻഡ് കോയിൽ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ ഫൈ എന്ന് പറഞ്ഞാൽ പ്രൈമറിയിൽ ഉണ്ടായ ഫ്ലക്സ് അല്ല. ഈ പ്രൈമറിയിൽ ഉണ്ടായ ഫ്ലക്സിന്റെ ഒരു ഭാഗം സെക്കൻഡറിയിലേക്ക് ബന്ധപ്പെടുക, അല്ലെങ്കിൽ മുഴുവനാണെങ്കിൽ മുഴുവൻ. എന്തായാലും എസ് എന്ന കോയിലിൽ ഉണ്ടായ അതിലേക്ക് ബന്ധപ്പെട്ട, അതാണ് ലിങ്ക്ഡ് എന്നൊരു വാക്ക്. ലിങ്ക് ചെയ്ത ഫ്ലക്സിന്റെ അളവിനെയാണ് ഫൈ എന്ന് വിളിച്ചത്. അയ്യോ പ്രൈമറി കോയിലിൽ പാസ് ചെയ്ത കറണ്ടാണ്. അപ്പോൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കോയഫിഷ്യന്റ് എം എന്ന് എഴുതി അതിന് പേരിട്ടു, കോയഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. വേറെ വാക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തു d∅dt ഈക്വൽ ടു എം മാറ്റിയിട്ട് di/dt. എന്താണ് ഇനി d∅dt എന്ന് പറഞ്ഞാൽ ഇ എന്ന് എഴുതാം, ഫാരഡേസ് ലോ. ഈ ഫൈ സെക്കൻഡറിയിലേക്ക് ഉണ്ടായ ഫ്ലക്സ്, സെക്കൻഡറിയിൽ ഉണ്ടായ ഫ്ലക്സ് ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവിനെ ഇ എന്ന് ഫാരഡേസ് ലോ പ്രകാരം വിളിക്കുമ്പോൾ ഈ ഇ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി കോയിലിൽ ഡെവലപ്പ് ചെയ്ത ഇൻഡ്യൂസ് DMF ആണെന്ന് അറിയണം. സോ ഇൻഡ്യൂസ് DMF ഇൻ ദ സെക്കൻഡറി കോയിൽ ഈക്വൽ ടു -m di/dt. ഇവിടെ നമുക്ക് ഇ ഈക്വൽ ടു -m എന്ന് എഴുതാൻ പോണു. എങ്ങനെയാണ് ഇ ഈക്വൽ മൈനസ് എന്ന് എവിടെ നിന്ന് എഴുതാൻ പോണത്? di/dt 1 ആംപിയർ/സെക്കൻഡ് എന്ന് വിളിച്ചാൽ മാത്രം നമുക്ക് അങ്ങനെ എഴുതാം. ഇ ഈക്വൽ -l. നേരത്തെ ഇ ഈക്വൽ -l എന്ന് എഴുതിയിട്ട് നമ്മൾ എല്ലിനെ ഇ ആയി ഡിഫൈൻ ചെയ്ത മാതിരി എമ്മിനെ ഇ ആയി ഡിഫൈൻ ചെയ്യാൻ പോകണം. എം എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ കോയഫിഷ്യന്റ് ആണ്. മ്യൂച്വൽ ഇൻഡക്ഷന്റെ കോയഫിഷ്യന്റ് ആണ്, കോയഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. വേറെ വാക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ പെയർ ഓഫ് കോയിൽസ്, അങ്ങനെ പറയാം. മ്യൂച്വൽ എന്ന് പറയുമ്പോൾ ഒറ്റ കോയിലിനെന്ന് പറയാൻ പറ്റും. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഫോർ എ പെയർ ഓഫ് കോയിൽസ് is defined as the induced DMF in one coil when current grows or decays in the other coil. Primary, secondary എന്നൊന്നും ഇനി പറയണ്ട. Mutual inductance for a pair of coils is defined as the induced DMF in one coil when current grows or decays in the other coil at the rate 1 ampere/second. ഒരു കോയിലിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ് DMF മറ്റേ കോയിലിൽ കറണ്ട് ഗ്രോ ചെയ്യുന്ന റേറ്റ് 1 ആംപിയർ/സെക്കൻഡ് ആകുമ്പോൾ ഈ ഐ എവിടുത്തെ ഐ ആണെന്ന് നോക്കി. പ്രൈമറി കോയിലിലെ കറണ്ടാണ് ഐ. അപ്പോൾ ഈ di/dt എവിടുത്തെ റേറ്റാണ്? ഈ di/dt എന്ന് എഴുതിയിരിക്കുന്നത് എവിടുത്തെ റേറ്റാണ്? റേറ്റ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡീകെ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് കറണ്ട് ഇവിടെ, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ഡീകെ ഓഫ് കറണ്ട് അവിടെ. അപ്പോൾ ഈ കോയിലിൽ കറണ്ട് ഗ്രോ ചെയ്യുന്ന റേറ്റോ ഡീകെ ചെയ്യുന്ന റേറ്റോ 1 എന്ന് എടുക്കുമ്പോൾ മറ്റേ കോയിലിൽ എന്ന് വെച്ചാൽ നെയ്ബറിങ് കോയിലിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ് DMFന്റെ വാല്യൂ എത്ര മില്ലി വോൾട്ട് ആണോ, അല്ലെങ്കിൽ എത്ര വോൾട്ട് ആണോ, അല്ലെങ്കിൽ മൈക്രോ വോൾട്ട് ആണോ, അതാണ് ഇ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പോകണ്ടോ? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഫോർ എ പെയർ ഓഫ് കോയിൽസ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ഇൻഡ്യൂസ് DMF ഇൻ വൺ കോയിൽ വെൻ കറന്റ് ഗ്രോസ് ഓർ ഡീക്കേസ് ഇൻ ദ അതർ കോയിൽ അറ്റ് ദ റേറ്റ് ഓഫ് യൂണിറ്റി. ഇതിൽ നിന്നാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ഉണ്ടാക്കിയത്. നേരത്തെ ബാക്കി യൂണിറ്റ് പറഞ്ഞൊക്കെ ഹെൻറി വോൾട്ട്/സെക്കൻഡ്/ആംപിയർ നേരത്തെ എഴുതി കാണിച്ചു. ഇവിടെ അത് തന്നെ മാറ്റമില്ല. ഫോർമുല നോക്കിയാൽ ഈ വോൾട്ട് എന്ന് എഴുതാം, ടൈം സെക്കൻഡ് എന്ന് എഴുതാം, മൾട്ടിപ്ലൈ വോൾട്ട്/സെക്കൻഡ്, ഡി ഐ അടിയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എം എന്ന് കിട്ടും. എം ഈക്വൽ ടു EDT/DI എന്ന് വേണമെങ്കിൽ എഴുതാം, യൂണിറ്റ് എഴുതാൻ വേണ്ടി മാത്രം. അല്ലാണ്ട് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന വലിയ കഥയൊന്നുമില്ല. ഒരു ഡെറിവേറ്റീവ് ആണ്. യൂണിറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വോൾട്ട് ഇൻറ്റു സെക്കൻഡ് ഡിവൈഡഡ് ബൈ ആംപിയർ, അതാണ് എമ്മിൻ്റെ യൂണിറ്റ്. ഹെൻറി തന്നെ, ചെറിയ യൂണിറ്റ് മില്ലി ഹെൻറി മൈക്രോ ഹെൻറി. ഈ ഡയഗ്രാം വരച്ചിട്ടു. ഇതിവിടെ ഐ എന്ന് എഴുതിക്കോളും, ഇവിടെ I' എന്ന് എഴുതിക്കോളും. ഈ I' നമ്മൾ പറഞ്ഞില്ല, അതിന് പകരം വോൾട്ടേജ് ആണ് പറഞ്ഞത്. I' കറണ്ട് പറഞ്ഞില്ല, അതിന് പകരം അവിടെ ഉണ്ടായ വോൾട്ടേജ് ആണ് പറഞ്ഞത്. ഫൈ എന്ന് പറഞ്ഞാൽ ആ രണ്ടാമത്തെ കോയിലിൻ്റെ അടുത്തൊരു ഫൈ എന്ന് എഴുതി വെച്ചോളൂ. സെക്കൻഡ് കോയിലിൻ്റെ അടുത്തൊരു ഫൈ എഴുതിക്കോളൂ. ഇതും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് കേട്ടോ. നോട്ട് എഴുതുന്നത് ഫിഗർ ഷോസ് 2 coils P and S. Figure shows 2 coils P and S. Figure shows 2 coils P and S. PUS bracket P primary coil, S a secondary coil. Figure shows 2 coils, coil PUS P and S.
ബ്രാക്കറ്റിൽ പി പ്രൈമറി കോയിൽ. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ പറയുള്ളൂ. എസ് സെക്കൻഡറി കോയിൽ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. പി പ്രൈമറി കോയിൽ, എസ് സെക്കൻഡറി കോയിൽ. അപ്പോൾ പടത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ പടത്തിലൊരു കാര്യം കൂടി പറയണം അടുത്ത ലൈനായിട്ട്. പ്രൈമറി കോയിൽ ക്യാരീസ് എ കറണ്ട് I ആംപിയർ. പ്രൈമറി കോയിൽ ക്യാരീസ് എ കറണ്ട് I ആംപിയർ. പ്രൈമറി കോയിൽ ക്യാരീസ് എ കറണ്ട് I ആംപിയർ. carries a current I ampere. When the key is switched on, primary coil carries a current I ampere. When the key is switched on, when the key is switched on, when the key is switched on, therefore there will be a magnetic flux. Therefore there will be a magnetic flux developed in the primary. Therefore there will be a magnetic flux developed in the primary. There will be a magnetic flux developed in the primary. There will be a magnetic flux developed in the primary. അതല്ല നമ്മൾ തിയറി കൊണ്ടുവരാൻ പോകുന്നത്. സെക്കൻഡറിയിൽ ഉണ്ടായ ഫ്ലക്സ് ആണ് തിയറി കൊണ്ടുവരാൻ പോകുന്നത്. കറസ്പോണ്ടിംഗ്ലി there will be some flux linked to the secondary. Correspondingly there will be some flux linked to the secondary. Correspondingly there will be some flux linked to the secondary. Correspondingly there will be some flux linked to the secondary. അപ്പോൾ ഇവിടെ എഴുതാം നമുക്ക്. phi proportional to I. ഇതിൽ രണ്ടും എന്താണെന്ന് കൂടി പറയണം അടുത്ത ലൈനിൽ. phi proportional to I. ഈ I എവിടുത്തെ I എന്ന് പറയണം. Here I represent current in the primary. അത് വേരിയബിളാണ്. കറണ്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വേരിയബിളാണ് കറണ്ട്. Here I represent current in the primary. And phi represent flux linked to the secondary. Flux linked to the secondary. പ്രൈമറിയിലെ കറണ്ടാണ് I. അതിന് അനുപാതികമായി സെക്കൻഡറിയിൽ ഡെവലപ്പ് ചെയ്ത ഫ്ലക്സ് ആണ് phi. ഇത്രയും ക്ലിയർ ആക്കാൻ വലിയ പാടൊന്നുമില്ല. phi equal to m into I. Where m is a constant known as coefficient of mutual induction bracket coefficient of mutual induction bracket mutual inductance. Coefficient of mutual induction bracket mutual inductance. ഈ വാക്കുകൾ രണ്ടും മാറി ബുക്കുകളിലും ക്വസ്റ്റ്യൻ പേപ്പറിലും വരും. മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇനി ഡെറിവേറ്റീവ് എടുത്ത് അടുത്ത സ്റ്റെപ്പിൽ ഡിഫറൻഷിയേറ്റിംഗ് എന്ന് എഴുതിയിട്ട് ഡിഫറൻഷിയേറ്റിംഗ് d5 by dt equal to ഡിഫറൻഷിയേറ്റിംഗ് d5 by dt equal to d by dt mi എന്ന് ബ്രാക്കറ്റിൽ എഴുതുക. d by dt എന്ന ഓപ്പറേറ്ററാണ്. d by dt of mi എന്ന് വായിക്കണം. d by dt of mi. ഇനി നമ്മൾ d5 by dt ക്ക് e എന്ന് എഴുതാൻ പോകും. ഇത് മൈനസ് n. e is equal to m into di by dt. ആ മൈനസ് ഇപ്പുറത്തേക്ക് മാറ്റിയിടാൻ പോകും. e is equal to minus m di by dt. ബ്രാക്കറ്റിൽ എഴുതാം. we have used Faraday's and Lenz's law. അങ്ങനെയാണ് അത് എഴുതിയത്. നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അത് വായിക്കുമ്പോൾ മനസ്സിലാവും. we have used Faraday's and Lenz's law. LNZ apostrophe s. ഈ രണ്ട് ലോയും നമ്മൾ ഉപയോഗിച്ചു. d5 by dt ക്ക് പകരം നമ്മൾ e എന്ന് എഴുതി. അപ്പോൾ നമ്മൾ Faraday's law ഉപയോഗിച്ചു. ഇത് കുളത്തിലാക്കി വെച്ചോ. ഈ രണ്ടാമത്തെ ഏതെങ്കിലും ഫോർമുല ഒരു കുളത്തിലാക്കി വെച്ചോ. ഇത് നമുക്ക് വേണ്ടി വരും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഡെഫിനേഷൻ കൊണ്ടുവരാൻ പോകും. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഡെഫിനേഷനാണ് ഈ പറയാൻ പോകുന്നത്. അതിലേക്ക് വരാൻ പോണേ. E equal to minus m if എങ്ങനെയാണെങ്കിൽ di by dt equal to 1 ampere per second. അങ്ങനെയാണെങ്കിൽ അല്ലേ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. E equal to minus m. അപ്പോൾ ഈ എമ്മിനെ e ആയി ഡിഫൈൻ ചെയ്യാം. എഴുതാം.
മൈനസ് സൈൻ ഇല്ലാണ്ട് ന്യൂമറിക്കൽ വാല്യൂ എടുത്ത് ഇനിയിപ്പോൾ സൈൻ വേണമെന്നില്ല, ഈ ഈക്വൽ എം എന്ന് പറയാം. സൈൻ ഇല്ലാണ്ട്, സൈൻ ഉണ്ടെങ്കിൽ മൈനസ് എന്ന് തന്നെ എഴുതാം. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ ഈ ആയി ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദെർഫോർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, അല്ലെങ്കിൽ വേറെ വാക്ക് കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഫോർ എ പെയർ ഓഫ് കോയിൽസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഫോർ എ പെയർ ഓഫ് കോയിൽസ് അല്ലേ, ഒരു ജോഡിക്കേ പറയാൻ പറ്റുള്ളൂ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഫോർ എ പെയർ ഓഫ് കോയിൽസ് can be defined as mutual inductance for a pair of coils can be defined as mutual inductance for a pair of coils can be defined as the induced EMF can be defined as the induced EMF in the second coil can be defined as the induced EMF in the second coil can be defined as the induced EMF in the second coil, induced EMF in the second coil when current grows or decays, when current grows or decays in the first coil, when current grows or decays in the first coil, when current grows or decays in the first coil at 1 ampere per second, at the rate in the at the rate 1 ampere per second, 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 1 ampere per second. ഇനി എഴുതുന്നത് യൂണിറ്റ് is same as Henry. Unit is same as Henry. Unit is same as Henry. Unit is same as Henry. അതുകൂടെ അറിയണം. പരീക്ഷയ്ക്ക് ഒരു മാറിയുണ്ടായാലും യൂണിറ്റും ഡയമെൻഷനും എഴുതാൻ പറ്റും. എൽ അല്ലെ എമ്മിൻ്റെ യൂണിറ്റും എഴുതാം, ഡയമെൻഷൻ ഓഫ് എൽ ഓർ എം. എല്ലാതാ അല്ലെ എം ആകാം. എത്ര യൂണിറ്റാണ്, എത്ര ഡയമെൻഷനാണ്? വോൾട്ട് സെക്കൻഡ് ബൈ ആംബിയർ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഈ വോൾട്ട് എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. പഠിച്ചു കഴിഞ്ഞതാണ്. ജൂൾ ബൈ കൂളമ്പാണ് വോൾട്ട്. ജൂള് വർക്കിൻ്റെ യൂണിറ്റാണ്. വർക്കിൻ്റെ ഡയമെൻഷൻ ml² T⁻². ഞാൻ എഴുതി കാണിക്കാം, അപ്പം മനസ്സിലാവും. വോൾട്ട് സെക്കൻഡ് ബൈ ആംബിയർ, അതിന് തുടങ്ങാം. ഹെൻറി എന്താണെന്ന് നമ്മൾ പഠിച്ചല്ലോ. വോൾട്ട് സെക്കൻഡ് പെർ ആംബിയർ, ഇതിന്മേൽ തുടങ്ങാം. വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, 10 മിനിറ്റ് മതി. ജൂൾ ബൈ കൂളമ്പാണ് വോൾട്ട്. അപ്പോൾ ഇൻറ്റു സെക്കൻഡ്. ഇപ്പം വോൾട്ട് എഴുതി ജൂൾ ബൈ കൂളം. J/C, C എന്ന് പറഞ്ഞാൽ കൂളമ്പാണ് കേട്ടോ, J ജൂള്. അപ്പോൾ ജൂൾ ബൈ കൂളമ്പ് വോൾട്ട് എഴുതില്ല. സെക്കൻഡ് എഴുതി, സെക്കൻഡ് ബൈ ആംബിയർ, ഇതൊരു ആംബിയർ അടിയില്ല. ആംബിയർ ജൂളെന്ന് പറയുമ്പോൾ വർക്ക്. എം L² T⁻² വർക്കിൻ്റെ ഡയമെൻഷൻ ബൈ ചാർജ്. നിങ്ങളുടെ അവിടെ ഇവിടെ ചാർജാണ്. കറണ്ട് ഇൻറ്റു ടൈം ഇൻറ്റു സെക്കൻഡ് ടൈമാണ്. ആംബിയർ കറണ്ട് IR അല്ലേ. ജൂള് ആരെ യൂണിറ്റാണ്? വർക്കിൻ്റെ ഡയമെൻഷൻ ml² T⁻². ml T⁻² ഫോഴ്സിൻ്റെയാണ്. ml² എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആയി വർക്ക്. ml T⁻² ഫോഴ്സിൻ്റെ, ml² T⁻² എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് വർക്കിൻ്റെയാണ്. അപ്പോൾ ഞാൻ ജൂളിന് വരാൻ ഡയമെൻഷനാക്കി. ജൂൾ എന്ന് പറയുന്നത് വോൾട്ട് എന്ന് പറയുന്നത് ജൂൾ ബൈ കൂളമ്പാന്ന് അറിയണം. അത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചത്.
പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് വോൾട്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് വോൾട്ട്. അപ്പോൾ വോൾട്ടിന് പോലെ ഞാൻ J/C എന്നുണ്ട്, ജൂൾ ബൈ കൂളം. ജൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിച്ചു, വർക്കിൻ്റെ യൂണിറ്റാണ്. വർക്കിൻ്റെ ഡയമെൻഷൻ ആലോചിച്ചു, ml²T⁻². സെക്കൻഡ് ടൈമാണ്, അപ്പോൾ ടൈം T എന്നത് വലിയ T. അത് കഴിഞ്ഞു ആംബിയർ I ആണ് ചിഹ്നം. MLT മാതിരി കറണ്ടിൻ്റെ സിമ്പിൾ എന്താണ്, ഐ മീൻ ഡയമെൻഷൻ എഴുതുമ്പോഴത്തെ ആ സിമ്പിൾ ഏതാണ്? I. മാസിന് M, ലെങ്തിന് L, ടൈമിന് T, കറണ്ടിന് I. ചില ബുക്കുകളിൽ A എന്ന് തന്നെ എഴുതും കേട്ടോ, ആംബിയർ എന്നുള്ളതിൻ്റെ A എന്ന് എഴുതും, ഡയമെൻഷൻ എഴുതുമ്പോൾ A എന്ന് എഴുതും, വലിയ ഇഷ്ടം. അത് ശരിയാണ്. ഞാനിപ്പോൾ I എന്ന് എഴുതി പുറത്താണ്, കറണ്ടിൻ്റെ സ്റ്റാൻഡേർഡ് സിമ്പിൾ I ആണ്. അപ്പം ആംബിയർ കറണ്ടിൻ്റെ യൂണിറ്റാണ്. A എന്ന് എഴുതാം, ക്യാപിറ്റൽ A. അപ്പോൾ A⁻⁻1 എന്നൊക്കെ ആക്കേണ്ടി വരും, മുകളിലേക്ക് എടുക്കുന്നു. ഇവിടെ I 2 പ്രാവശ്യം വന്നു. കൂളമ്പ് എങ്ങനെ എഴുതി? കൂളമ്പ് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ ഉണ്ട്. ചാർജ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ല, ഫിസിക്സിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി കറണ്ടാണ്. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, ലൂമിനോസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അങ്ങനെ 7 ക്വാണ്ടിറ്റി നമ്മൾ കഴിഞ്ഞോളം പഠിച്ചു. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്. കറണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ചാർജ് അവിടെ വരണില്ല. നമ്മൾ പഠിക്കുന്ന 7 ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ആ 7 ബേസിക് ക്വാണ്ടിറ്റിയിൽ ചാർജ് വരുന്നില്ല, പക്ഷെ ചാർജുമായി ബന്ധമുള്ള കറണ്ട് വരുന്നുണ്ട്. ചാർജിനെ എങ്ങനെ എഴുതാം? കൂളമ്പിൽ എഴുതാം. കൂളമ്പിൽ എങ്ങനെ എഴുതാം? കറണ്ട് ഇൻറ്റു ടൈം എഴുതാം. കാരണം നമ്മൾ കറണ്ടിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? ചാർജ് ബൈ ടൈം. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇത് ആദ്യമൊക്കെ കയറി വരുന്നുണ്ട്. എവിടെയോ Q/T, I = Q/T. കൂളം പെർ സെക്കൻഡ് ആണ് ആംബിയർ. കൂളം പെർ സെക്കൻഡ് ആണ് ആംബിയർ. അപ്പോൾ I × T ആണ് കൂളമ്പ് എന്ന് പറയുന്നത്. I × T. അപ്പോൾ I × T കൂളമ്പാണ്. C. Q എന്ന് പറഞ്ഞാൽ ചിഹ്നമാണ്, ചാർജിൻ്റെ സിമ്പലാണ് Q എന്ന് പറയുന്നത്. യൂണിറ്റ് ആണ് ഇവിടെ വന്നത്, കൂളമ്പ്. അപ്പോൾ കൂളമ്പ് ചാർജ് എങ്ങനെ എഴുതാം? കറണ്ട് ഇൻറ്റു ടൈം, അതാണ് I × T. അപ്പോൾ കൂളമ്പിൻ്റെ സംതിങ് എഴുതി, എന്ത് കറസ്പോണ്ടിങ് ആയ ഡയമെൻഷൻ എഴുതി. ആംബിയർ എന്നും I. സിംപ്ലിഫൈ എങ്ങനെ വരും? ഈ I × I എത്രയാണ്? I². അപ്പോൾ I². എന്നവിടെ വരെ പോയി. എനിക്ക് തോന്നി കാണാതെ അവിടേക്ക് പോയി കാണും. യെസ്, M. L വേറെ ഉണ്ടോ? ഇല്ല, L² തീർന്നു. ടൈം ഇവിടെ എത്രയുണ്ട്? ഈ ടൈം വെട്ടാലോ. ബാക്കി എന്തുണ്ട്? T⁻², ml²T⁻². I താഴെ I² മുകളിലേക്ക് എടുക്കാലോ. I⁻². ഇത്ര ഡയമെൻഷൻ എല്ലാവരും നോക്കി ശരിയല്ലേ? നോക്കൂ, ഇവിടെ കറണ്ടിൻ്റെ ടൈമിൽ ടൈം വന്നു, മുകളിൽ സെക്കൻഡാണ്, ഇപ്പോൾ ടൈം വെട്ടിപ്പോയി. ഓക്കെ, ഈ I × I ഉണ്ട്, I² മുകളിലേക്ക് എടുക്കും, I⁻². ബാക്കി എല്ലാവരും എഴുതും. ഇത് തന്നെയാണ് ഡയമെൻഷൻ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇങ്ങനെ എഴുതി ഉണ്ടാക്കാൻ പറ്റും. ആദ്യം യൂണിറ്റ് എഴുതും, ഡയമെൻഷൻ എന്നുള്ള ഹെഡിങ്ങിൻ്റെ താഴെ ഡയമെൻഷൻ ഓഫ് L അല്ലെങ്കിൽ M എന്നുള്ള ഹെഡിങ്ങിൻ്റെ താഴെ യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് എന്നെഴുതും. ഏത് ഇൻഡക്റ്റൻസ് ആയാലും കുഴപ്പമില്ല. യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് വോൾട്ട് സെക്കൻഡ് ബൈ ആംബിയർ എന്നെഴുതി വയ്ക്കും. യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് വോൾട്ട് സെക്കൻഡ് ബൈ ആംബിയർ. ഈ വോൾട്ട് സിംപ്ലിഫൈ ചെയ്യാം. J/C, ജൂൾ ബൈ കൂളം. J/C, ജൂൾ ബൈ കൂളം. ഇനി ജൂളിൻ്റെ ഡയമെൻഷൻ എഴുതും. വർക്കാണ് സംഭവം, വർക്കിൻ്റെ ഡയമെൻഷൻ എഴുതും. ml²T⁻². സെക്കൻഡ് ടൈമാണ് T എന്നത്, വലിയ T. എല്ലാം വലിയ ഇഷ്ടങ്ങളാണ്. കൂളമ്പ് ചാർജാണ്. ചാർജ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ വരില്ല, കറണ്ടേ വരുള്ളൂ. അപ്പോൾ കറണ്ടിൻ്റെ ടൈമാണ് ചാർജ് എന്ന് നമുക്ക് അറിയണം. അറിയില്ലെങ്കിൽ മാർജിനിൽ എവിടെയെങ്കിലും എഴുതിയിടുക I = Q/T. അപ്പോൾ കറണ്ടിൻ്റെ ടൈം ചാർജാന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ കൂളമ്പ് ചാർജിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റായ സിമ്പിളായ I-യും ടൈമിൻ്റെ സിമ്പിളായ T-യും കൂടി കയറി വന്നു. അപ്പോൾ IT എന്ന് എഴുതി. ഈ സെക്കൻഡ് ഇറക്കി എഴുതിയിട്ടുണ്ട് T എന്ന് പറഞ്ഞാൽ. ആംബിയർ എന്ന് പറഞ്ഞാൽ കറണ്ടാണ്. അപ്പോൾ I ഒരു T വെട്ടി മുകളിൽ നിന്ന് എടുത്ത് ബാക്കി സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ സംഭവമായി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ ഡയമെൻഷൻ എഴുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഈവൻ സാർമാർ വരെ എഴുതുമ്പോൾ തെറ്റിക്കാറുണ്ട്. കാരണം ഈ ജൂളിൻ്റെ കൺസെപ്റ്റ് ഇവിടെ നിന്ന് വരണം. വോൾട്ട് എന്ന് പറയുന്നത് ജൂൾ ബൈ കൂളമ്പാണ്, അവിടെ നിന്ന് വന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ ഹെൻറി എന്താണെന്ന് ഓർത്തിരിക്കാൻ, വോൾട്ട് സെക്കൻഡ് പെർ ആംപിയർ, അതാണ് ഹെൻറി. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യൂണിറ്റും ആയി ഡയമെൻഷനും. അപ്പോൾ എന്തൊക്കെയായി നോക്കട്ടെ? സെൽഫ് ഇൻഡക്ഷനായി, മ്യൂച്വൽ ഇൻഡക്ഷനായി. ഇനിയിപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ വല്ല ആപ്ലിക്കേഷനിൽ വരും, അത്രേ ഉള്ളൂ. നമ്മൾ റെസിസ്റ്റൻസ് കോമ്പിനേഷൻ പഠിക്കുന്നില്ലേ? R = R1 + R2 + R3, സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്. 1/R = 1/R1 + 1/R2 + 1/R3, പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്. കപ്പാസിറ്റൻസ് പഠിക്കുന്നില്ലേ? C = C1 + C2 + C3,
പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. C equal to C1 plus C2 plus C3 parallel combination of capacitors. 1 by C1, 1 by C2, 1 by C3 അതിൻ്റെ അഡീഷൻ സീരീസ് കോമ്പിനേഷൻ ഓഫ് അല്ലേ, അങ്ങനെയല്ലേ? അതെ, കപ്പാസിറ്ററിൽ പാരലൽ കോമ്പിനേഷനിലാണ് അഡീഷൻ വരുന്നത്. C പാരലൽ ഈക്വൽ ടു C1 plus C2 plus C3 മൂന്നെണ്ണമാണ്. 1 by C സീരീസ്, 1 by C സീരീസ് ഈക്വൽ ടു 1 by C1, 1 by C2, 1 by C3 ആഡ് ചെയ്തു. അത് ഏതില്ല? സീരീസ് കോമ്പിനേഷൻ കപ്പാസിറ്റേഴ്സ്. റെസിസ്റ്റൻസിൽ എന്താ? പാരലൽ കോമ്പിനേഷനിൽ 1/R എന്നുള്ള ഫോർമുല വരുമ്പോൾ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസിൽ അഡീഷനാണ്. R സീരീസ് ഈക്വൽ R1 plus R2 plus R3. അതേമാതിരി ഇവിടെയും ഇക്വേഷൻ ഉണ്ട്, നമുക്ക് വേണ്ടി വരാണെങ്കിൽ പറയാം. ഇൻഡക്റ്റൻസിൻ്റെ കോമ്പിനേഷൻ നിങ്ങൾ എവിടെയെങ്കിലും ഹയർ ക്ലാസ് പഠിക്കും. L1 ഇൻ ഹെൻറി, L2 ഹെൻറി, L3 3 കോയിലുകളാണ്. ഒരു കോയിലിൻ്റെ ഇത്ര ഹെൻറി 4 ഹെൻറി, മറ്റേ കോയിലിന് 5 ഹെൻറി, മൂന്നാമത്തെ കോയിലിന് 6 ഹെൻറി. അപ്പോൾ 4 ഹെൻറി, 5 ഹെൻറി, 6 ഹെൻറി സീരീസിൽ കൊടുത്താൽ ഒരു കോയിൽ, അതിൻ്റെ പിന്നാലെ അടുത്ത കോയിൽ. റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ പിന്നാലെ അടുത്ത കോയിൽ. ഇതിൻ്റെ ടോട്ടൽ ഇൻഡക്റ്റൻസ് കാണുന്ന ഫോർമുല അതെങ്ങനെയാണ് വരുന്നത് തൽക്കാലം എടുക്കും. ഉണ്ടെങ്കിൽ അതിലേക്ക് പോയാൽ മതി, ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ വർഷം ഒന്നും ഉണ്ടായിരുന്നില്ല, ഇനി പക്ഷേ ആഡ് ചെയ്യാൻ സാധ്യതയൊന്നുമില്ല. കോമ്പിനേഷൻ ഓഫ് ഇൻഡക്റ്റൻസ് നിങ്ങൾ ഹയർ ക്ലാസ് പഠിക്കുന്നു മാത്രം അറിയാം. സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഇനി എൻ്റെ ഒരൊറ്റ ആപ്ലിക്കേഷനിൽ പഠിച്ച കംപ്ലീറ്റ് ആകും. എന്താണ് തബീത്ത് ഇങ്ങനെ തബീത്തയ്ക്ക് ഒരു പാട്ട് കേൾക്കണം, അതാണ് കാലിത്തൊഴുത്തിൽ പിറന്നവനെ എന്നുള്ള പാട്ട് തബീത്തയ്ക്ക് കേൾപ്പിക്കാം. ഇന്ന് പഠിച്ച എളുപ്പമല്ലേ? ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആസെറ്റ്സ് പറയുമ്പോൾ അപ്പാടെ പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണോ? ഇത് എളുപ്പമായി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാപ്റ്റർ എളുപ്പം പഠിക്കും. AC സർക്യൂട്ട്സ് രസമാണ് പഠിക്കും. AC ആണ്, ഫാൻ AC ആണ്, ട്യൂബ്ലൈറ്റ് AC ആണ്, ഫ്രിഡ്ജ് AC ആണ്. AC ആൾട്ടർനേറ്റിംഗ് കറണ്ട്, എയർ കണ്ടീഷണർ അല്ല, എയർ കണ്ടീഷണർ തന്നെ അത് AC ആണ്. എയർ കണ്ടീഷണർ അത് AC ആണ്, അത് വേറെ. അത് AC യിലാണ് വർക്ക് ചെയ്യുന്നത്. ആ എയർ കണ്ടീഷണർ വർക്ക് ചെയ്യുന്ന AC യിലാണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇപ്പം നമ്മളിവിടെ കാണിച്ച സെല്ലുണ്ടല്ലോ, വലിയ വര ചെറിയ വര സെല്ല്, അത് DC ആണ്, ഡയറക്റ്റ് കറണ്ട്. അപ്പോൾ AC യിലേക്ക് കയറണമെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അറിയണം. അതിന് നമുക്ക് ഒരു ചെറിയ ആപ്ലിക്കേഷൻ കൂടി പഠിക്കണം. അപ്പോൾ ഹെഡിങ് എഴുതി വെച്ചോ നിങ്ങൾ. എന്താണ് പുതിയ ഹെഡിങ്? ട്രാൻസ്ഫോർമേഴ്സ് എന്നൊരു ഹെഡിങ് എഴുതി വെച്ചോ കേട്ടോ. TRANSFORMER ട്രാൻസ്ഫോർമർ, ഫ്ലോറിലായിട്ട് എഴുതിക്കോ. ട്രാൻസ്ഫോർമേഴ്സ്. ഞാൻ ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, കുറച്ച് പറയാനുണ്ട്. എന്നാലും ജസ്റ്റ് എന്താണെന്നൊന്ന് അറിഞ്ഞു വയ്ക്കുക. ട്രാൻസ്ഫോർമർ എവിടെ? ട്രാൻസ്ഫോർമർ ഉണ്ടാക്കണേ വഴിയിൽ നടന്നു പോകുമ്പോൾ എപ്പോഴെങ്കിലും റോഡിൽ എവിടെയെങ്കിലും ട്രാൻസ്ഫോർമർ ഇരിക്കണ്ടോ എന്ന് നോക്കുക. നമുക്കിവിടെ ഈ 230 വോൾട്ട് എങ്ങനെ കിട്ടണേ? ഇടുക്കിയിൽ നിന്ന് വാട്ടർഫാളിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാണ്. അല്ലെ പള്ളിവാസൽ, അല്ലെ ഇടുക്കി, അല്ലെ മലമ്പുഴ. മലമ്പുഴയെന്നൊന്നല്ല കേട്ടോ ഇവിടെ കറണ്ട് വരുന്നത്. നമുക്കിവിടെ കറണ്ട് വരുന്നത് ഇവിടെ നേര്യമംഗലത്തുനിന്ന്, അല്ലെങ്കിൽ പള്ളിവാസൽ, അല്ലെങ്കിൽ ഇടുക്കി, അവിടെ വാട്ടർഫാളിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാണ്. വാട്ടർഫാൾ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒരു ചക്രത്തെ ഇങ്ങനെ കറക്കും, ഒരു പൽചക്രം. ടൂത്ത് വീൽ എന്ന് പറയും. ടൂത്ത് വീല് പല്ലുകളുള്ള ചക്രമാണ് ടൂത്ത് വീൽ എന്ന് പറയും. ഇങ്ങനെ ഇരിക്കും പല്ലുകൾ. ഒരു വെള്ളച്ചാട്ടത്തിൽ അത് വെച്ചിട്ട് കറക്കും. ടർബൈൻ എന്നൊക്കെ പറയും, പഠിച്ചിട്ടുണ്ട് എവിടെയോ കൊച്ചു ക്ലാസ്സുകൾ. ടർബൈനുകളെ കറക്കിയിട്ട് വാട്ടർഫാളിൽ കൊണ്ട് ഈ വീല് വെച്ചിട്ട് അത് കറങ്ങുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് കറണ്ട് ജനറേറ്റ് ചെയ്യാം. ആ കറണ്ട് ചെറിയ കറണ്ടാണ്. ആ വാട്ടർഫാളിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ആ ടർബൈനുകളെ കറക്കിയിട്ടുണ്ടാക്കുന്ന കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ചെറിയ കറണ്ട്, ചെറിയ വോൾട്ടേജാണ്. അതിനൊരു സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ. സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വെച്ചിട്ട് വോൾട്ടേജ് അപ്പാക്കും. വോൾട്ടേജ് അപ്പാക്കിയിട്ട് അതിനെ ലൈൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യും. എന്നിട്ട് വീടുകളിലേക്കും ആശുപത്രികളിലേക്കും സ്ഥാപനങ്ങളിലേക്കും കടകളിലേക്കും ഒക്കെ സപ്ലൈ ചെയ്യും. വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട്. അപ്പോൾ ആദ്യം ഈ വാട്ടർഫാൾ വഴി ഉണ്ടാക്കുന്ന കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ലോ കറണ്ടാണ്. അതിനെ ഒരു ട്രാൻസ്ഫോർമർ എന്ന ഉപകരണം വച്ചിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യും. സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് അത് വലിയൊരു വോൾട്ടേജ് ആക്കും. 11 kV ലൈൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 11 kV ലൈൻ. K എന്ന് പറഞ്ഞാൽ കിലോ, V എന്ന് പറഞ്ഞാൽ വോൾട്ട്.
11 kV എന്ന് പറഞ്ഞാൽ 11 കിലോ വോൾട്ട്. കിലോ എന്ന് പറഞ്ഞാൽ 1000-ന്റെ ഗുണനം. 11 കിലോ വോൾട്ട് 11,000 വോൾട്ടാണ്. 11 kV ലൈനിൽ വരുന്ന വോൾട്ടേജ് 11,000 വോൾട്ട്, 11,000 വോൾട്ട്. 66 kV ലൈൻ കേട്ടോ എവിടെയെങ്കിലും? 66 kV ലൈൻ. നേരത്തെ പറഞ്ഞ 11 kV ലൈൻ. പിന്നെ ഉണ്ട് ഹൈ പവർ ലൈൻ 110 kV ലൈൻ. ഇതിൻ്റെയൊക്കെ അടിയിൽ പോയി 111 ആയിപ്പോയി അല്ലേ? 110 ഉള്ളൂ കേട്ടോ. ഇതിൻ്റെയൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിറയിൽ വരും. ഈ 110 kV ലൈനൊക്കെ താഴെ പോയാൽ, കാരണം അവിടെ വലിയ കറണ്ടാണ്, അതിൻ്റെ താഴെ ഒരു വലിയ മാഗ്നറ്റിക് ഫീൽഡാണ്. അതിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു തരിപ്പ് തോന്നും, ചെറിയ തരിപ്പ് അത്രേ ഉള്ളൂ. 11 kV ലൈനിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഇന്നൊക്കെ പോണേ, വണ്ടിയൊക്കെ ഓടിച്ച് പോണത്. 11 kV ലൈനാണ് ഇങ്ങനെയൊക്കെ വരുന്ന ലൈൻ. ഈ വന്നേക്കണ വയറല്ല അപ്പോൾ, ഇതൊക്കെ 230 വോൾട്ടിലേക്കാണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത്. നമ്മുടെ പുറത്തതാ ഒരു കമ്പ്യൂട്ടർ സെൻ്റർ ഉണ്ട്, ആ മൂലയ്ക്ക്, ആ ഒരു ബേക്കറി കടയുടെ അടുത്ത്. അവിടെ വെച്ചിട്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് വീടുകളിലേക്ക് 230 വോൾട്ടിലേക്ക് ഡൗൺ ആക്കാൻ വേണ്ട ട്രാൻസ്ഫോമറാണ്. അവിടേക്ക് വരുന്ന ലൈൻ 11 kV ലൈനാണ്. നിങ്ങൾ പുല്ലമ്പളം സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു ഹൈ പവർ ലൈൻ മോളിൽ കൂടെ പോകുന്നുണ്ട്, അതൊക്കെ 11 kV ലൈൻ. ഇവിടുന്ന് പുല്ലമ്പളം സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ ലൈൻ ഇങ്ങനെ കാണാം. അത് ഈ 11,000 വോൾട്ടാണത്. അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് വീടുകളിലേക്കും കടകളിലേക്കും കൊടുക്കാൻ വേണ്ടി 230 വോൾട്ടാക്കി ഡൗൺ ചെയ്യണം. ആ 230 വോൾട്ടാണ് നമുക്ക് വീടുകളിലേക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യം. ആശുപത്രികളിലേക്ക് അതിൻ്റെ ഡബിളും കൂടി വേണം. ഏതാണ്ട് ഒരു 450 വോൾട്ടൊക്കെ വേണം. എക്സ്റേ മെഷീൻ വർക്ക് ചെയ്യണം, സ്കാനിങ് മെഷീൻ വർക്ക് ചെയ്യണം. അതിനൊക്കെ 230 വോൾട്ടിൽ ആ ഉപകരണം വർക്ക് ചെയ്യില്ല. നേരെ മറിച്ച് വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജ്, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ, അല്ലെങ്കിൽ TV, അല്ലെങ്കിൽ AC എന്നൊക്കെ പറയണത് 230 വോൾട്ടിൽ വർക്ക് ചെയ്യും. നമ്മൾ എക്സ്റേ എടുക്കുമല്ലോ, നമുക്ക് പനിയുണ്ട്, ചുമയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറുന്നില്ല എന്ന് പറഞ്ഞാൽ എക്സ്റേ എടുത്ത് നോക്കാൻ പറയും അല്ലേ? ഇവിടെ വല്ല കഫക്കെട്ടുണ്ടോ എന്നറിയാം. അപ്പോൾ എക്സ്റേ എടുക്കുന്ന എക്സ്റേ മെഷീൻ 230 വോൾട്ടിൽ പിടിക്കില്ല, അത് 440 വോൾട്ടിലേ വർക്ക് ചെയ്യും. അപ്പോൾ അതിന് ആശുപത്രിയിലേക്ക് ആ വോൾട്ടേജ് കൊടുക്കും. അപ്പോൾ ആശുപത്രിയുടെ മുമ്പിൽ, ഡോൺ ബോസ്കോ ആശുപത്രിയുടെ മുമ്പിൽ നോക്കിക്കോ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ അവർക്ക് വേണ്ടി മാത്രമായി. KMK ആശുപത്രിയുടെ മുമ്പിൽ നോക്കിക്കോ, ആ മതിലിൻ്റെ ഇപ്പുറത്തായിട്ട് നോക്കിക്കോ, ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് അവർക്ക് വേണ്ടി മാത്രമായി. എന്താ സംഭവിക്കുന്നത്? ആ ട്രാൻസ്ഫോമറിൽ നിന്ന് അവർക്ക് കൊടുക്കുന്ന ലൈൻ വോൾട്ടേജ് 440 വോൾട്ടാണ്. എന്നാൽ ഇവിടെ പുറത്ത് ചെല്ലുമ്പോൾ ഒരു ട്രാൻസ്ഫോമർ നോക്കിക്കോ, അത് വീടുകളിലേക്കുള്ളതാണ്. അത് 230 വോൾട്ടിൽ ഡൗൺ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ലൈൻ വോൾട്ടേജ് 11 kV ആണ്. ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ നിന്ന് കയറി വരുന്ന വോൾട്ടേജ് എവിടെ ജനറേറ്റ് ചെയ്തു? ഏതോ വാട്ടർഫാളിൽ നിന്ന്. അത് ചെറിയ വോൾട്ടേജാണ്. അത് അപ്പാക്കാൻ എന്ത് വേണം? ഒരു ട്രാൻസ്ഫോമർ വേണം. അത് ഏത് ടൈപ്പ് ട്രാൻസ്ഫോമർ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സാന്ദ്ര ഇവിടെ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അത് കഴിഞ്ഞ് വീടുകളിലേക്ക് സപ്ലൈ ചെയ്യാൻ പിന്നെ എന്ത് വേണം? വേറെ ട്രാൻസ്ഫോമർ വേണം. അത് ഏത് ടൈപ്പ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. 2 ടൈപ്പ് ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് അറിയാം ഈ ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് 12ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. എവിടെയാണ്? 10th പഠിച്ചിട്ടില്ല. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താണ്, സ്റ്റെപ്പ് ഡൗൺ. നമുക്ക് ഡീറ്റെയിൽസ് പഠിക്കാം. അവിടെ അത്രയും ഡീറ്റെയിൽസ് ഇല്ല, പറഞ്ഞു പോകേണ്ട അത്രേ ഉള്ളൂ. കുറച്ച് പ്രോബ്ലമൊക്കെ നിങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതൊരു കഴിഞ്ഞ ഈ ചാപ്റ്റർ. ഓക്കെ, ഈ വീഡിയോ ഇവിടെ നിൽക്കട്ടെ. അങ്ങനെ